പുറമ്പോക്ക് ഭൂമിയായതുകൊണ്ട് അവിടെ നഗരത്തിലെ മാലിന്യം മുഴുവൻ വർഷങ്ങളായി കുന്നുകൂടി കിടക്കുകയായിരുന്നു. മൂക്കുപൊത്താതെ അതുവഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. മലിനമണം മൂക്കിനുള്ളിൽ തുരന്നു കയറി അസ്വസ്ഥത സൃഷ്ടിക്കാതെ കാലേ കൂട്ടി കരുതിയ മാസ്ക് ധരിച്ചുകൊണ്ട് അതുവഴി നടന്നപ്പോഴാണ് കണ്ടത് മാലിന്യം മണ്ണുകൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു. തന്നെയുമല്ല, കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിച്ച ഒരു ഇരുമ്പ് പൈപ്പിൻ്റെ അഗ്രത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി പറക്കുന്നു. അതിന് തൊട്ടു പിന്നിലായി പാർട്ടി ഓഫീസിനു വേണ്ടി ഫൗണ്ടേഷൻ പണി തുടങ്ങിയിരിക്കുന്നു. പണ്ട് ഈ സ്ഥലത്തിനോട് ചേർന്നൊഴുകുന്ന തോട്ടിൽ കന്നുകാലികളെ കുളിപ്പിക്കുകയും തുണി കഴുകാനും ഉപയോഗിക്കുമായിരുന്നു. അതുവഴി നടന്നുപോയ ഒരാൾ പറഞ്ഞു. അതുകേട്ട് മറ്റൊരാൾ പറഞ്ഞു, ഇപ്പോൾ ഇത് നിറയെ മാലിന്യം കെട്ടിക്കിടക്കുകയാണ്. അറവുശാലകളിലുള്ള വേസ്റ്റ് മുഴുവനും ഇടുന്നത് ഇപ്പോൾ ഈ തോട്ടിലാണ്. ആര് ചോദിക്കാൻ? ചോദിച്ചാൽ തന്നെ ചോദിക്കുന്നവർ ഒറ്റപ്പെടും. വമ്പന്മാർക്ക് എന്തുമാകാമല്ലോ. അടുത്ത ദിവസങ്ങളിൽ ഭൂമിയിൽ ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെയും കൊടിമരം അവിടെ ഉയർന്നു. പാർട്ടി ഓഫീസിനു വേണ്ടിയുള്ള പണി സ്റ്റേയായി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആരോ അവിടെ ഒരു കുരിശ് നാട്ടി. അന്ന് വൈകുന്നേരത്തിന് മുൻപ് തന്നെ അവിടെ കാവിച്ചിറ്റിയ ശൂലവും കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിച്ചു. രാഷ്ട്രീയ മേലങ്കി മതകുപ്പായങ്ങൾക്ക് വഴിമാറി. എല്ലാ രാഷ്ട്രീയത്തിലുമുള്ള ആളുകൾ മതാടിസ്ഥാനത്തിൽ 2 വിഭാഗങ്ങളായി മാറി. ഏതാണ്ട് 80 വയസ്സ് തോന്നിക്കുന്ന മത്തായിച്ചൻ മാപ്പിള പറഞ്ഞു, പണ്ടിവിടെ കുരിശടി ഉണ്ടായിരുന്നതായി പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് കേട്ടിരുന്ന ഭാർഗവൻപിള്ള പറഞ്ഞു, പാർട്ടി ഓഫീസിനു വേണ്ടി ഫൗണ്ടേഷൻ എടുത്തപ്പോൾ കല്ലിൽ കൊത്തിയ ഒരു വിഗ്രഹം കിട്ടിയെന്നും അതവർ ആരും കാണാതെ മറ്റെവിടെയോ മാറ്റിയെന്നാണ് കേൾക്കുന്നത്. ഏതായാലും പ്രശ്നം കയറിവിരിക്കുന്നത് പോലെ പിരിഞ്ഞ് പിരിഞ്ഞ് കൊടുമ്പിരിയായി. തന്നെയുമല്ല, ഭരിക്കുന്ന സർക്കാരിൻ്റെയും പാർട്ടിയും കൂടി ഉൾപ്പെട്ട പ്രശ്നമായതിനാൽ ഒത്തുതീർപ്പ് ദുഷ്കൃതമായി. ജില്ലയിൽ പുതിയ കളക്ടറായി ചാർജ് എടുത്തിരുന്ന അദ്ദേഹത്തിന് ഈ പ്രശ്നം പരിഹരിക്കുന്നതിൽ കൂടുതൽ താല്പര്യം തോന്നി. സർക്കാർ വക സ്ഥലമായ അവിടെ അനധികൃതങ്ങളെ ഒഴിപ്പിച്ച് ഒരു സർക്കാർ അഗതി മുന്നേരം പണിയാൻ തീരുമാനിച്ചു. അത് നടത്തിക്കൊണ്ടുപോകാനുള്ള സാമ്പത്തിക ബാധ്യതയും ഗവൺമെന്റ് ചൂണ്ടിക്കാട്ടിയപ്പോൾ അതിന്റെ പൂർണ്ണ ചുമതലയും ഉത്തരവാദിത്വവും കളക്ടർ നേരിട്ട് ഏറ്റെടുക്കുകയായിരുന്നു. അഗതി മന്ദിരത്തിന്റെ നിയന്ത്രണം ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ കീഴിൽ ഉൾപ്പെടുത്തി. തന്നെയുമല്ല, അതിന്റെ നടത്തിപ്പ് കളക്ടർ രക്ഷാധികാരിയായിക്കൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും വിവിധ മതങ്ങളുടെയും നേതാക്കന്മാരുടെയും സാംസ്കാരിക നായകന്മാരെ ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ദൈനംദിന പ്രവർത്തനത്തിനായി പലരിൽ നിന്നും ഒരു വലിയ തുക സംഭാവനയായി പിരിച്ചു. പ്രവർത്തന ഫണ്ട് എന്ന പേരോടെ ബാങ്കിലിട്ടു. അതും തുകയുടെ പലിശ മാത്രമേ പിൻവലിക്കാൻ പാടുള്ളൂ എന്ന നിബന്ധനയോടെ 3 നിലയ്ക്കുള്ള കെട്ടിടം പണി കളക്ടർ സ്വന്തമായി തുടങ്ങി. സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളുടെ സഹായങ്ങൾ കിട്ടി. കെട്ടിടം പണിയുടെ 80% ചെലവും കളക്ടർ സ്വന്തമായി കൊടുത്തു. ഏതാണ്ട് 15 മീറ്റർ നീളം വരുന്ന തോടിൻ്റെ 2 സൈഡും പാറയും കെട്ടി മാലിന്യം വാരിക്കളഞ്ഞ് തോട് സംരക്ഷിക്കാൻ തീരുമാനമെടുത്തു. നാട്ടുകാർ ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഇതാണ് കളക്ടർ, ഇങ്ങനെയാകണം കളക്ടർ. വളരെ പെട്ടെന്ന് തന്നെ അഗതി മന്ദിരം പ്രൗഢിയോടെ തല ഉയർത്തി. മന്ദിരത്തിനകത്ത് ആധുനിക സജ്ജീകരണങ്ങളാൽ അഴകായി. കെട്ടിട ഉദ്ഘാടനമായി. അന്ന് കളക്ടറുടെ പ്രസംഗം കേട്ട് പലരും ഒന്ന് ഞെട്ടി. ചിലർ കണ്ണു നിറഞ്ഞു. ഇത് ഞാൻ ജനിച്ച നാടാണ്, അതായത് ഈ സിറ്റിയിൽ ജനിച്ചവനാണ് ഞാൻ. പക്ഷേ എനിക്കിവിടെ അഡ്രസ്സില്ല, വീടില്ല, ബന്ധുക്കളില്ല. നിങ്ങളിൽ ചിലർക്കെങ്കിലും ഓർമ്മയുണ്ടാകും, വർഷങ്ങൾക്ക് മുമ്പ് ഈ സിറ്റിയിലൂടെ ഇടവഴിയിലൂടെ 2 ആൺകുട്ടികളെയും കൊണ്ട് ഒരു പിച്ച തണ്ടി നടന്ന ഒരു ഭ്രാന്തിയെ. അത് എൻ്റെ അമ്മയായിരുന്നു. നല്ലവരായ നാട്ടുകാർ തന്ന ആഹാരമായിരുന്നു ഞങ്ങളുടെ ജീവൻ നിലനിർത്തിയത്. ഇത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇടർന്നുണ്ടായിരുന്നു. ഈ അഗതി മന്ദിരം നിലനിൽക്കുന്ന സ്ഥലത്ത് മുൻപുണ്ടായിരുന്ന മാലിന്യ കൂമ്പാരത്തിനടുത്തായിരുന്നു പലപ്പോഴും ഉറങ്ങിയത്. മഴയുണ്ടാകുമ്പോൾ കടത്തിണ്ണയിൽ കിടന്നുറങ്ങും. ചില കടക്കാർ ഞങ്ങളെ അവിടെ കിടക്കാതിരിക്കാൻ രാത്രി കട പൂട്ടുമ്പോൾ തിണ്ണയിൽ വെള്ളം കോരി ഒഴിക്കുമായിരുന്നു. ചിലർ മുഖത്തോട് മുഖം നോക്കി. അങ്ങനെ ചെയ്തിട്ടുള്ള ടെക്സ്റ്റൈൽ കട ഉടമ കോശിയുടെ മകൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഇത് കേട്ട് വാപൊത്തു നിന്നു. ഇപ്പോഴും വൃദ്ധനായ കോശി കടയിലുണ്ട്. അയാൾക്ക് കേൾവി കുറവായതുകൊണ്ട് കേട്ട് കാണില്ല. കളക്ടർ തുടർന്നു. നിമിഷങ്ങൾ നിശബ്ദതയളന്നു. എനിക്ക് 6 വയസ്സും അനുജന് 4 വയസ്സും ഉള്ളപ്പോഴാണ് അമ്മ മരിക്കുന്നത്. ഒരു ദിവസം രാത്രി മഴയായതുകൊണ്ട് കടത്തിണ്ണയിലായിരുന്നു ഞങ്ങൾ ഉറക്കം. സാധാരണ നേരം പുലരുമ്പോൾ അമ്മ ഞങ്ങളെ ഉണർത്തി അവിടെ നിന്നിറങ്ങും. എന്നാൽ അന്ന് കട തുറക്കാൻ നേരമായിട്ടും അമ്മ ഉണർന്നില്ല. ഞങ്ങൾ 2 പേരും കുലുക്കി വിളിച്ചു. ആ കണ്ണുകൾ അടഞ്ഞു തന്നെ കിടക്കുകയായിരുന്നു. അന്ന് അവിടെ കൂടിയതിൽ ആരോ പറയുന്നത് കേട്ടു, ഭ്രാന്തി മരിച്ചു. ഇനി ഈ കുട്ടികളുടെ കാര്യം കഷ്ടമായല്ലോ. വേദിയിലുള്ളവരും സദസ്സിലുള്ളവരും കണ്ണു തുടയ്ക്കുന്നത് കാണാമായിരുന്നു. പൊതുശ്മശാനത്തിൽ അമ്മയുടെ ചിത എരിഞ്ഞടങ്ങിയപ്പോൾ നാട്ടുകാരനായ ഒരു നല്ല മനുഷ്യൻ ഞങ്ങളെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ഞങ്ങൾക്ക് 3 നേരവും ആഹാരം തന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ അവരുടെ കുട്ടികളെപ്പോലെ ഞങ്ങളെയും കണ്ടു. കിടക്കാൻ കട്ടിൽ തന്നു. ആദ്യമായിട്ടായിരുന്നു രുചിയുള്ള ഭക്ഷണം കഴിക്കുന്നതും കട്ടിൽ കിടന്നുറങ്ങുന്നതും. ഞാൻ ഇവിടെ വന്നപ്പോൾ ആദ്യം പോയത് ആ വീട്ടിലേക്കായിരുന്നു.
മടവന തുളസീധരൻ സാറിൻ്റെ വീട്ടിൽ. ഒരമ്മയുടെ സ്നേഹം തന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ സരസ്വതിയമ്മ ടീച്ചർ, അവരുടെ ഇരട്ടകളായ 2 കുട്ടികൾ വളർന്നു വലുതായിരിക്കുന്നു. ഞങ്ങൾ സ്നേഹത്തോടെ സന്തോഷത്തോടെയും അവിടെ കുറേ നാൾ കഴിഞ്ഞു. സ്കൂൾ തുറക്കുമ്പോൾ സ്കൂൾ ചേർത്ത് ഞങ്ങളെ പഠിപ്പിക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചപ്പോഴായിരുന്നു അത് സംഭവിച്ചത്. നാട്ടിൽ ടൂറിസ്റ്റായി വന്ന ഒരു സായിപ്പ് ഞങ്ങളുടെ കഥയറിഞ്ഞ് തുളസീധരൻ സാറിൻ്റെ വീട്ടിൽ വന്നു. എല്ലാവരും സമ്മതിക്കുകയാണെങ്കിൽ ഞങ്ങൾ അമേരിക്കയിൽ കൊണ്ടുപോകാൻ താല്പര്യമുണ്ടെന്നും അവിടെ പഠിപ്പിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. സരസ്വതിയമ്മ ടീച്ചറിന് ഞങ്ങളെ കൊണ്ടുപോകുന്നതിൽ ഒട്ടും താല്പര്യമില്ലായിരുന്നു. എങ്കിലും ഞങ്ങളുടെ നല്ല ഭാവി ഓർത്ത് തുളസീധരൻ സാർ സമ്മതിച്ചു. പിന്നീട് നിയമപരമായ വേണ്ട ഡോക്യുമെൻറ്റുകൾ തയ്യാറാക്കി. സായിപ്പിലും ആർക്കും അവിശ്വാസമുണ്ടായിരുന്നില്ല. ഇന്നത്തെ കാലത്തെ പോലെ അന്ന് പരിസരമത്ര മലിനമല്ലല്ലോ. അദ്ദേഹം ഞങ്ങളെ അവിടെ പഠിപ്പിച്ചു, പൊന്നുപോലെ നോക്കി വളർത്തി. എല്ലാത്തിനും ഈശ്വരനോട് നന്ദിയുണ്ട്. സരസ്വതിയമ്മ ടീച്ചറിനെ പോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സ്നേഹവും കരുതലും. പക്ഷേ അവർക്ക് കുട്ടികളില്ലായിരുന്നു. എനിക്ക് ഇന്ത്യയിൽ വന്ന് സിവിൽ സർവീസ് പരീക്ഷ എഴുതണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ IAS കിട്ടി. എൻ്റെ അനുജൻ അമേരിക്കയിലെ അറിയപ്പെടുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു എന്ന് കളക്ടർ പറഞ്ഞപ്പോൾ ഏതാണ്ട് 5 മിനിറ്റ് നേരം നിലയ്ക്കാത്ത കയ്യടിയായിരുന്നു.